മത്സരിക്കാൻ താൽപര്യമുണ്ടെന്ന് രാഷ്ട്രീയക്കാരൻ പറയുന്നത് ഒരു തെറ്റല്ല. സ്വന്തം നാട്ടിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നത് ഒട്ടും തെറ്റല്ല. ഈ രണ്ട് മോഹവുമായി കോൺഗ്രസ് നേതാവ് ടോം വടക്കൻ വീണ്ടും തൃശൂരിലെത്തിയിട്ടുണ്ട്. പക്ഷേ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതായിരിക്കുമെന്നാണ് ടോം വടക്കൻ ന്യൂസ് 18നോട് പറയുന്നത്. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മുഖമാണ് ടോം വടക്കൻ. തനി തൃശൂരുകാരൻ. ഡൽഹി കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നതെങ്കിലും സ്ഥാനാർത്ഥി മോഹം ഉദിച്ചപ്പോൾ മുതൽ കണ്ണ് തൃശൂർ സീറ്റിലാണ്. കഴിഞ്ഞ തവണ ടോം വടക്കനെ തൃശൂർ സീറ്റിൽ പരിഗണിക്കുന്നുണ്ടെന്ന് വാർത്ത വന്നതല്ലാതെ അവസാന ലിസ്റ്റ് വന്നപ്പോൾ പേരുണ്ടായിരുന്നില്ല. തൃശൂർ കോൺഗ്രസ് തോൽക്കുകയും ചെയ്തു. ഇത്തവണ വളരെ നേരത്തെ തന്നെ തൃശൂരിലെ സ്ഥാനാർത്ഥി മോഹത്തിന്റെ കുട പിടിച്ചു കഴിഞ്ഞു ടോം വടക്കൻ. ഇത് ഹോം ടർഫാണ്. ഹോം ടർഫിൽ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന പോലെ അയാളുടെ സിറ്റിയിൽ ക്രിക്കറ്റ് കളിച്ചാൽ ഹോം ക്രൗഡാണ്. അപ്പോൾ അതൊരു എന്തൂസിയാസ്റ്റിക് സിറ്റുവേഷനാണ്. ഡൽഹിയിൽ നിന്ന് ടോം വടക്കനെ സ്ഥാനാർത്ഥിയായി വേണ്ടെന്ന് തൃശൂരിലെ കോൺഗ്രസുകാർ കഴിഞ്ഞ തവണയെ നിലപാടെടുത്തതാണ്. തൃശൂരിന്റെ പ്രത്യേകതകൾക്ക് പറ്റിയ സ്ഥാനാർത്ഥിയാവില്ല വടക്കനെന്നും പ്രചരിപ്പിച്ചവരുണ്ട്. പക്ഷേ അവർക്കെല്ലാം മറുപടിയുണ്ട് ടോം വടക്കന്. പള്ളിയായാലും അമ്പലമായാലും ഒരു മോസ്ക് ആയാലും എനിക്ക് സപ്പോർട്ട് ബേസ് ഉണ്ട്. അമൃതമായി ആയാലും ഇവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തോരാ. ഞാൻ വിചാരിക്കുന്നു എനിക്കൊരു സെക്യുലർ ഇമേജ് ഉണ്ട്. അപ്പോൾ ഒരു മോസ്കിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയാലും ടെമ്പിളിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയാലും അത് കിട്ടുന്നുണ്ട്. പലരും എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഇനിയിപ്പോൾ തൃശൂർ തന്നെ വേണമെന്ന നിർബന്ധവും ടോം വടക്കനില്ല. മത്സരിക്കാൻ എവിടെയെങ്കിലും ഒരു സീറ്റ് അതായാലും മതി. പോരെങ്കിൽ ഹൈക്കമാൻഡിനോടുള്ള വിധേയത്വവും. പാർട്ടി പറഞ്ഞാൽ ഞാൻ നാഗാലാൻഡിലേക്കും പോകാൻ തയ്യാറാണ്. ഐ എം എ പാർട്ടി വാരിയർ. ഞാൻ യുദ്ധം ചെയ്യും. എവിടെ വേണമെങ്കിലും പാർട്ടി എന്നെ പൊസിഷൻ ചെയ്താൽ ഞാൻ വെറവർ ഞങ്ങളുടെ പോലത്തെ ആൾക്കാരെ അവർ ഉപയോഗിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടും പോവും. പക്ഷേ എൻ്റെ ഫൈനൽ തീരുമാനം എൻ്റെ ഹൈക്കമാൻഡിനും എൻ്റെ പാർട്ടിക്കാണ്. ഐ ലീവ് ടു ദം. 2014 PC ചാക്കോയാണ് CPIയിലെ CN ജയദേവനോട് തോറ്റത്. ഇത്തവണ തൃശൂർ സീറ്റിനായി പല പ്രമുഖരും രംഗത്തുണ്ട്. ന്യൂസ് 18 തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനതല പ്രകടന പത്രിക പുറത്തിറക്കാൻ കോൺഗ്രസ് തീരുമാനം. ശബരിമലയും രാഷ്ട്രീയ കൊലപാതകങ്ങളും പത്രികയിൽ ഇടം നേടും. സ്ഥാനാർത്ഥി നിർണയം മാർച്ച് 5 മുൻപ് പൂർത്തിയാക്കും. പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിൽ പ്രചാരണത്തിനിറക്കണമെന്ന് സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ ചേർന്ന സംസ്ഥാന പ്രചാരണ സമിതി അധ്യക്ഷന്മാരുടെയും കൺവീനർമാരുടെയും യോഗത്തിലാണ് കോൺഗ്രസിന്റെ തന്ത്രങ്ങൾക്ക് രൂപം നൽകിയത്. ദേശീയ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്കൊപ്പം സംസ്ഥാന പത്രിക പുറത്തിറക്കി സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു കാണിക്കാനാണ് നീക്കം. ഇടത് സർക്കാരിന്റെ പാഴായിപ്പോയ 1000 ദുർദിനങ്ങൾ എന്നതാകും കേരളത്തിൽ മുദ്രാവാക്യം. ശബരിമലയിൽ മതങ്ങളുടെ അവകാശം കവരാൻ സർക്കാർ ശ്രമിച്ചതായും രാഷ്ട്രീയ കൊലപാതകങ്ങളിലൂടെ ക്രമസമാധാനം തകർത്തതായും പത്രികയിൽ ചൂണ്ടിക്കാട്ടും. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾക്ക്, പബ്ലിസിറ്റി പരിപാടികൾക്കൊക്കെയാണ് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം സംസ്ഥാന വിഷയങ്ങളും ഇതിൽ ഈ ഇലക്ഷനിൽ ചർച്ചയാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്താൻ ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചു. ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രചരണ പരിപാടികൾ ശക്തമാക്കാനും തീരുമാനിച്ചു. സിറ്റിംഗ് MPമാർ ഓരോ മണ്ഡലത്തിലെയും റിപ്പോർട്ട് കാർഡ് പുറത്തിറക്കും. മറ്റു മണ്ഡലങ്ങളിൽ എതിരാളികളുടെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി നോട്ടീസ് ഇറക്കും. സ്ഥാനാർത്ഥി നിർണയം ഈ മാസം അവസാനം പൂർത്തിയാക്കാനാണ് നീക്കം. മാർച്ച് 5 തീയതിക്ക് മുമ്പ് സ്ഥാനാർത്ഥി പട്ടിക ഇറക്കും. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ പ്രചാരണത്തിനെത്തിക്കാനാണ് ശ്രമം. റാലികളെക്കാൾ റോഡ് ഷോകൾക്കാണ് പരിഗണന. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. 2 സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി കേരള കോൺഗ്രസ് എം വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് MLA. സമവായ ചർച്ചകളിൽ തീരുമാനമായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 26-ന് കൊച്ചിയിൽ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും ജോസഫ് തൊടുപുഴയിൽ പ്രതികരിച്ചു. 2 സീറ്റ് എന്നുള്ള ഡിമാൻഡിൽ ഞങ്ങൾ ഇതുവരെ പുറകോട്ട് പോയിട്ടില്ല. ഞാനും KM മാണി അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ചർച്ച 26-ാം തീയതി തുടങ്ങുന്നതേ ഉള്ളൂ. കേരള കോൺഗ്രസ് എമ്മിലെ തർക്കം പരിഹരിക്കാൻ PK കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടതായി ജോസ് കെ മാണി. കുഞ്ഞാലിക്കുട്ടിയുടെ മധ്യസ്ഥത ഗുണകരമായെന്നും പ്രതിസന്ധികളൊന്നുമില്ലാതെ കോൺഗ്രസുമായുള്ള സീറ്റ് ചർച്ച പൂർത്തിയാക്കുമെന്നും ജോസ് കെ മാണി ന്യൂസ് 18നോട് പറഞ്ഞു. KM മാണിയും PJ ജോസഫും തമ്മിലുള്ള തർക്കം UDFൽ സീറ്റ് വിഭജനം പോലും പ്രതിസന്ധിയിലാക്കുമെന്ന ഘട്ടത്തിലാണ് PK കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടത്. KM മാണിയുമായും PJ ജോസഫുമായും കുഞ്ഞാലിക്കുട്ടി പ്രത്യേകമാണ് ചർച്ച നടത്തിയത്. തർക്ക വിഷയങ്ങളിൽ തീരുമാനമായില്ലെങ്കിലും ഒരുമിച്ചിരുന്ന് ചർച്ച നടത്താമെന്ന ഉറപ്പ് ജോസഫും മാണിയും നൽകി. 26-ന് കൊച്ചിയിലാകും ഒരുമിച്ചിരുന്നുള്ള ചർച്ച.
കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടൽ ഗുണം ചെയ്തെന്ന് ജോസ് കെ മാണി ന്യൂസ് 18നോട് പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി KM മാണിയുമായി നടത്തിയ ചർച്ചയിൽ ജോസ് കെ മാണിയും പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഒരു സൗഹൃദം പങ്കുവെക്കാനായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. അതിൻ്റെ അടുത്ത് രാഷ്ട്രീയമൊക്കെ ചോദിച്ചു. അതിനകത്ത് നമ്മൾ ഒരു UDF-നകത്തും വലിയൊരു വിഷമില്ലാത്തത് തീർത്ത് പോകണമല്ലോ. അതാണല്ലോ എപ്പോഴും നമ്മൾ ചർച്ച വരുന്നത്. എപ്പോഴാണ് സീറ്റിൻ്റെ ചർച്ച വരുന്നത്? എപ്പോഴും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. സീറ്റിന്റെ പേരിൽ ചില തർക്കങ്ങളുണ്ടെങ്കിലും ഇത് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോരായി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്നാണ് ജോസ് കെ മാണിയുടെ വാദം. സീറ്റ് തർക്കം രമ്യമായി തന്നെ പരിഹരിക്കും. UDF എത്ര സീറ്റ് നൽകുന്നു എന്നതനുസരിച്ചാകും കേരള കോൺഗ്രസിലെ തുടർ ചർച്ചകൾ. അത് ഒരു ഗ്രൂപ്പ് ഇല്ലല്ലോ, ഇതെല്ലാം കേരള കോൺഗ്രസ് അല്ലേ. കേരള കോൺഗ്രസിനകത്ത് എന്ത് വേണം എന്നുള്ളത് ആദ്യമേ എത്ര സീറ്റാണ് കിട്ടുന്നത്, 1 ആണോ 2 ആണോ എന്നിട്ട് അതിനുശേഷം ബാക്കി ചർച്ചയിലേക്ക് പോകാം. സീറ്റ് തർക്കത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടൽ ഗുണം ചെയ്തെന്ന് ജോസ് കെ മാണി അവകാശപ്പെടുമ്പോഴും മത്സരിക്കാൻ സീറ്റെന്ന ആവശ്യത്തിൽ PJ ജോസഫോ 2ാം സീറ്റ് നൽകാനില്ലെന്ന നിലപാടിൽ കോൺഗ്രസോ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. പ്രതിസന്ധിയില്ലാതെ സീറ്റ് ചർച്ച പൂർത്തിയാക്കുമെന്ന ജോസ് കെ മാണിയുടെ അവകാശവാദം നടപ്പിലാകണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരിക KM മാണി തന്നെയാകും. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് ആവർത്തിച്ച് ഇന്നസെന്റ് MP. എന്നാൽ പാർട്ടി മത്സരിക്കണമെന്ന് നിർബന്ധിച്ചാൽ മര്യാദ കാണിക്കേണ്ടതുണ്ടെന്നും ഇന്നസെന്റ് കൊച്ചിയിൽ പറഞ്ഞു. അല്ല, പാർട്ടി, അത് ഞാൻ പറഞ്ഞില്ലേ, പാർട്ടി എന്ന് പറയുന്ന അതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ പറയണത് നിങ്ങൾ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ അതിന് ഒരു മര്യാദ ഞാൻ ചെയ്യേണ്ടതായിട്ട് വരും. അത്രയേ ഉള്ളൂ. പ്രതിയോഗികളെ നിഷ്ഠൂരമായി വകവരുത്തുക, പിടിക്കപ്പെടുമ്പോൾ പാർട്ടി അംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടിയെടുത്ത് തലയൂരുക, ജനശ്രദ്ധ മാറുമ്പോൾ സഹായങ്ങളും സ്ഥാനങ്ങളും നൽകി ഇവരെ ഒപ്പം നിർത്തുക. രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CPM ഇതുവരെ സ്വീകരിച്ച ഈ നയത്തിന്റെ തുടർച്ച തന്നെയാണ് കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിലും CPM ആദ്യം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് പാർട്ടി സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെയും പ്രസ്താവനകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇതിനകത്ത് CPM-ന്റെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കാൻ ആവശ്യമായ നടപടികൾ CPM-ന്റെ ഭാഗത്ത് തന്നെ സ്വീകരിക്കും. പ്രതികളിൽ ആരെങ്കിലും CPM-കാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ യാതൊരുവിധ സഹായവും അത്തരക്കാർക്ക് നൽകുന്നതായിരിക്കും. 51 വെട്ടുവെട്ടി TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയപ്പോഴും CPM പറഞ്ഞത് ഇതുതന്നെയാണ്. മുതിർന്ന CPM നേതാക്കൾ പ്രതിപട്ടികയിലായിട്ടും ഈ പല്ലവി ആവർത്തിച്ച് പിടിച്ചു നിൽക്കാനായിരുന്നു ശ്രമം. പോലീസ് അന്വേഷണത്തിനൊപ്പം പാർട്ടിതല അന്വേഷണം പ്രഖ്യാപിക്കുകയെന്ന വിചിത്ര നിലപാടും സ്വീകരിച്ചു. പിന്നീട് കേസിൽപ്പെട്ട നേതാക്കൾക്ക് മാത്രമല്ല, കൊലപാതകം നടത്തിയ കൊട്ടേഷൻ സംഘാംഗങ്ങൾക്കും നിയമസഹായത്തിനും ജയിലിൽ പ്രത്യേക പരിഗണനയ്ക്കും പാർട്ടിയും സർക്കാരും വഴിയൊരുക്കി. TP കേസിൽ കുഞ്ഞനന്തനെ തെറ്റായി പ്രതി ചേർത്തു എന്ന നിലപാടിൽ ഇപ്പോഴും മാറ്റമുണ്ടായിട്ടില്ല. നിങ്ങൾ ഏത് പറയുമ്പോൾ ഒരു കുഞ്ഞനന്തന്റെ മേലെ ചാടിക്കയറണ്ട. അതൊരു കേസിനകത്ത് കുഞ്ഞനന്തനെ തെറ്റായി പ്രതി ചേർത്തതാണ്. കുഞ്ഞനന്തൻ ആ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല. അരിയിൽ ഷുക്കൂർ വധക്കേസിലും കതിരൂർ മനോജ് വധക്കേസിലും പാർട്ടിക്ക് ബന്ധമില്ലെന്ന പതിവ് പ്രസ്താവന തന്നെയാണ് ആദ്യമുണ്ടായത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ഇരു കേസിലും പ്രതി ചേർക്കപ്പെട്ടിട്ട് പോലും നിലപാടും വാദവും മാറിയില്ല. ഷുഹൈബ് വധക്കേസിൽ CPM പ്രവർത്തകരായ പ്രതികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ രാഷ്ട്രീയ സംരക്ഷണം തുടർന്നു. പാർട്ടിയുടെ നയം മാറിയെന്ന പുതിയ കുമ്പസാരവും കാസർകോട്ടെ ഇരട്ട കൊലപാതകത്തിലുണ്ടായി. കൊലപാതകം എന്നത് ഇന്നലെ ഉണ്ടായ കാര്യം, കാസർകോട്ടെ കൊലപാതകത്തിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കൊലപാതകത്തിൽ പാർട്ടിയുടെ നിലപാട് കൃത്യമായി പാർട്ടി സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കൊലപാതകം രാഷ്ട്രീയ ബോധ്യമുള്ളവർ നടത്തുമോ? CPM-ന്റെയും CPI-യുടെയും സെക്രട്ടറിമാർ തന്നെ ജാഥ നടത്തുമ്പോൾ ഇത് ചെയ്യുമോ? ഇങ്ങനെ ചില ന്യായങ്ങൾ കൂടി ഇത്തവണ പാർട്ടി ചോദിക്കുന്നുണ്ട്. നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പിനിടയിലാണ് TP ചന്ദ്രശേഖരൻ എന്ന പ്രതിയോഗിയെ തലങ്ങും വിലങ്ങും വെട്ടി ഇല്ലാതാക്കിയത്. ഇത് മറന്നാണോ ഈ ചോദ്യങ്ങളെന്ന സംശയം ബാക്കിയാവുന്നു. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഡോക്ടർ KS മനോജ് മസ്കറ്റിൽ നിന്ന് കേരളത്തിലെത്തി. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VM സുധീരനെ അട്ടിമറിച്ച് ലോക്സഭയിലെത്തിയ ആളാണ് KS മനോജ്. 2009 തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM-മായി ഇടഞ്ഞ മനോജ് മസ്കറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. കടൽ ആർത്തലച്ചു വരുന്നതും അതിനുശേഷം അതേ വേഗത്തിൽ പിൻവാങ്ങുന്നതും ഏറെ കണ്ടിട്ടുള്ളവരാണ് ആലപ്പുഴക്കാർ. അതേപോലെയാണ് ഡോക്ടർ KS മനോജിൻ്റെ രാഷ്ട്രീയ പ്രവേശനവും പിൻവാങ്ങലും. 2004 VM സുധീരൻ എന്ന കരുത്തനെ തറപറ്റിച്ച ഡോക്ടർ KS മനോജ് പിന്നീട് വിദേശത്തേക്ക് പോയി. എന്നാൽ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും അദ്ദേഹം കേരളത്തിലെത്താറുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഡോക്ടർ KS മനോജ്
നെടുമ്പാശ്ശേരിയിൽ ഇപ്പോൾ വിമാനം ഇറങ്ങിയിരിക്കുകയാണ്. വൈദ്യശാസ്ത്ര രംഗത്തു നിന്നും ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിലേക്ക് വഴിതെറ്റി വന്നതാണെങ്കിലും ഡോക്ടർ KS മനോജ് ചരിത്രം കുറിച്ചു. പല വമ്പന്മാരെയും അട്ടിമറിച്ച VM സുധീരനെ അന്ന് ചെറുപ്പക്കാരനായിരുന്ന ഈ ഡോക്ടർ മലർത്തിയടിച്ചു. VS അച്യുതാനന്ദന്റെ സ്ഥാനാർത്ഥിയായി എത്തിയ മനോജിനും പാർട്ടിക്കും ആ മത്സരം പരീക്ഷണമായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭത്തിൽ ഒരുപക്ഷെ എനിക്കോ അല്ലെങ്കിൽ CPIM-നോ പോലും ജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. അതൊരു പരീക്ഷണമായിരുന്നു. അതിനു മുമ്പ് സിനിമാ നടൻ മുരളി ആലപ്പുഴയിൽ മത്സരിച്ചു, CS സുജാത മത്സരിച്ചു. അപ്പോൾ പലപ്പോഴും ജയിക്കാൻ കഴിയാതിരുന്ന ഒരു മണ്ഡലത്തിൽ തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ളൊരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ആരംഭഘട്ടത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് അങ്ങ് പുരോഗമിച്ചപ്പോൾ ഒരു ആത്മവിശ്വാസം കൈവരിക്കാൻ കഴിഞ്ഞു. രണ്ടാം വട്ടം KC വേണുഗോപാലുമായി ഏറ്റുമുട്ടിയെങ്കിലും പരാജയമായിരുന്നു ഫലം. വിഭാഗീയത ശക്തമായിരുന്ന അക്കാലത്ത് VS-ന്റെ ആളായി മുദ്രകുത്തിയതോടെ പാർട്ടിയിലും വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല. മതവിശ്വാസത്തിന്റെ പേരിൽ CPM വിടാനായിരുന്നു പിന്നീടുള്ള തീരുമാനം. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു. തെറ്റുതിരുത്ത രേഖയുടെ ഭാഗമായിട്ട് രംഗത്ത് വരുന്നത് ഒരു നിർദ്ദേശം വരുന്നത് പാർട്ടി ഭാരവാഹികളും ജനപ്രതിനിധികളും മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുകയോ മതവിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കുകയോ ചെയ്യാൻ പാടുന്നുള്ള ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ അന്ന് പാർട്ടിയിൽ നിന്ന് പോരുന്നത്. രണ്ടാം വട്ടം പരാജയപ്പെടുത്തിയ KC വേണുഗോപാലാണ് ഡോക്ടർ മനോജിന് കോൺഗ്രസിലേക്ക് കൈകൊടുത്തത്. പിന്നീട് മകന്റെ പഠനവുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ വന്നതോടെ ജോലി തേടി വിദേശത്തേക്ക് പോയി. തെരഞ്ഞെടുപ്പിൽ പഴയ എതിരാളി KCക്ക് വേണ്ടി പ്രചരണത്തിനായാണ് ഇപ്പോഴത്തെ വരവ്. ഈ BJP-യുടെ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ തൂത്തെറിയുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഞാനും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രവർത്തന രംഗത്ത് ഉണ്ടാകും. വിദേശത്തെ ജോലിയുടെ കരാർ പൂർത്തിയാക്കി വൈകാതെ രാഷ്ട്രീയ രംഗത്ത് സജീവമാകാനും ഡോക്ടർ മനോജ് ആഗ്രഹിക്കുന്നു. N. ശ്രീനാഥ്, ന്യൂസ് 18 കൊച്ചി. BJP-യും AEA-DMK-യും ധാരണയായതോടെ തമിഴ്നാട്ടിൽ ഇരുപക്ഷത്തും മഹാസഖ്യം. ഇന്നാണ് AEA-DMK-യുമായി സീറ്റ് ധാരണയായത്. BJP 5 സീറ്റിലും PMAK 7 സീറ്റിലുമാണ് മത്സരിക്കുക. വിജയകാന്തിന്റെ DMDK കൂടി മുന്നണിയിലെത്തിയ ശേഷമായിരിക്കും AEA-DMK എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമാവുക. എതിർചേരിയിൽ DMK-യുടെ നേതൃത്വത്തിലുള്ള മുന്നണിയിൽ കോൺഗ്രസ് അടക്കം 5-ലധികം കക്ഷികൾ ഉണ്ട്. ദക്ഷിണേന്ത്യയിൽ ശക്തമായ മുന്നണി ബന്ധത്തിന് ശ്രമിച്ച BJP-ക്ക് വലിയ നേട്ടമാണ് ഇന്നുണ്ടാക്കിയ AIADMK സഖ്യം. ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ലോക്സഭയിലേക്ക് അയക്കുന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ DMK-യുടെ നേതൃത്വത്തിലുള്ള അതിശക്തമായ മുന്നണിയെ നേരിടാനുള്ള ആത്മവിശ്വാസം പുതിയ മുന്നണിക്കുണ്ടാകും. ദ്രാവിഡ പാർട്ടികൾ ഇരുപക്ഷത്തുമായി നിലകൊള്ളുന്ന തമിഴകത്ത് ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകാൻ ഏറെ നാളായി BJP നീക്കം തുടങ്ങിയിട്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AIADMK-യുമായി കൈകോർക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP AIADMK നേതൃത്വം നൽകുന്ന മഹാസഖ്യത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. സംസ്ഥാനത്തെ 39 മണ്ഡലങ്ങളിൽ 5 BJP മത്സരിക്കും. AIADMK ഭരണത്തിന് വിമർശകരായിരുന്ന അൻപുമണി രാമദാസിന്റെ PMK-ക്ക് ലഭിച്ചു 7 സീറ്റ്. IJK, ജസ്റ്റിസ് പാർട്ടി തുടങ്ങിയവർക്ക് ഓരോ സീറ്റ് നൽകി. വിജയകാന്തിന്റെ DMDK കൂടി മുന്നണിയിലെത്തും. அனைத்திந்திய அண்ணா திராவிட முன்னேற்ற கழகத்திற்கும் பாரதிய ஜனதா கட்சிக்கும் இடையே இன்று ஏற்பட்ட ஒப்பந்தப்படி அனைத்திந்திய அண்ணா திராவிட முன்னேற்ற கழகத்தின் தலைமையிலான இக்கூட்டணியில் பாரதிய ஜனதா கட்சிக்கு 5 நாடாளுமன்ற தொகுதிகள் ஒதுக்கப்படும் என்று தீர்மானிக்கப்பட்டுள்ளது. 40 seats in Tamil Nadu and Puducherry will be won by the National Democratic Alliance in the center under the leadership of Prime Minister Modi, in the state under the leadership of Thiru Palaniswamiji and Thiru Pannirselvamji. AIADMK മഹാസഖ്യം രൂപീകരിച്ചതോടെ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചിത്രം മാറുകയാണ്. ധർമ്മപുരി, കൃഷ്ണഗിരി അടക്കമുള്ള മേഖലകളിൽ ശക്തമായ വേരട്ടമുള്ള PMK-ക്ക് തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലും വോട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3ാം മുന്നണിയായി മത്സരിച്ച അവർക്ക് 6% വോട്ട് ലഭിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നേടാനായില്ലെങ്കിലും നഗരപ്രദേശങ്ങളിൽ BJP-ക്ക് വോട്ട് കൂടിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കന്യാകുമാരി സീറ്റിലും BJP ജയിച്ചിരുന്നു. ഇതിനു പുറമെ AIADMK-യുടെയും വിജയകാന്തിന്റെയും വോട്ടുകൾ കൂടിയാകുമ്പോൾ സ്റ്റാലിൻ നയിക്കുന്ന DMK മുന്നണിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. TTV ദിനകരന്റെ അമ്മ ദ്രാവിഡ മുന്നേറ്റ കഴകവും കമലഹാസന്റെ മക്കൾ നീതിമയവും പിടിക്കുന്ന വോട്ടുകളെ ആശ്രയിച്ചിരിക്കും തമിഴ്നാടിന്റെ ജനവിധി. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. പണം ഉടനടിയെങ്കിൽ ആർക്കു വേണ്ടിയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തയ്യാറെന്ന് ബോളിവുഡ് ലോകം.
ബോളിവുഡ് താരങ്ങളും ഗായകരും ഉൾപ്പെടെ 36 പേരാണ് പണത്തിന് പകരം പ്രചാരണ ഓഫർ സ്വീകരിച്ചത്. കോബ്ര പോസ്റ്റിന്റെ ഓപ്പറേഷൻ കരോക്കെയാണ് ഇക്കാര്യങ്ങൾ പുറത്തുകൊണ്ടുവന്നത്. വിദ്യാബാലനടക്കം 4 പേർ വാഗ്ദാനം നിരസിച്ചു. സോഷ്യൽ മീഡിയയിലെ ഓരോ പോസ്റ്റിനും 2 ലക്ഷം തൊട്ട് 50 ലക്ഷം വരെ. 1-2 മാസത്തെ കരാറാണെങ്കിൽ തുക കോടികൾ വരും. രാജ്യഭരണം നിർണയിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തിനും തയ്യാറാണ് ബോളിവുഡ് ലോകത്തെ പ്രമുഖർ. ജാക്കി ഷ്രോഫ്, വിവേക് ഒബ്രോയ്, സണ്ണി ലിയോൺ, കൈലാഷ് ഖേർ, രാഖി സാവന്ത്, മികാ സിംഗ്, അമിഷ പട്ടേൽ എന്നിവരടക്കം 36 പേർ പണം കിട്ടിയാൽ ആർക്കുവേണ്ടിയും പ്രചരണത്തിനിറങ്ങും. എല്ലാവർക്കും ഒറ്റ നിബന്ധന മാത്രം, പ്രതിഫലം പണമായി തന്നെ കിട്ടണം. कंटेंट हम देंगे आपको बहुत सर बहुत सीक्रेसी बहुत मेंटेन सर बहुत सबसे ज्यादा मेन क्लॉज यही है सर. ബിജെപിക്ക് അനുകൂല പ്രസ്താവനകൾ നടത്താൻ തയ്യാറാണോ എന്നായിരുന്നു ഭൂരിഭാഗം പേരോടുമുള്ള ചോദ്യം. സർക്കാർ പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യങ്ങളിൽ അനുകൂല പ്രസ്താവനകൾ നടത്താമെന്ന് മിക്കവരും. ഭർത്താവ് ഡാനിയലിന് ഇന്ത്യൻ പൗരത്വം നൽകിയാൽ നരേന്ദ്രമോദിക്ക് മുഴുവൻ പിന്തുണയെന്ന് സണ്ണി ലിയോൺ. मोदी सर ने डैनियल को ओवरसीज सिटीजन बनाया सब सपोर्ट करेंगे. രാഖി സാവന്ത് ഒട്ടും വിലപേശലില്ലാതെ വാഗ്ദാനം സ്വീകരിച്ചു. ഉത്തർപ്രദേശിന്റെ ഭാവിക്കായി യോഗി ആദിത്യനാഥ് വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നെന്ന് പറഞ്ഞ് വീഡിയോയും പുറത്തിറക്കി. जब से सीएम बने हैं योगी जी तब से यूपी का भविष्य चेंज हो चुका है. जब से सीएम बने हैं योगी जी एक भी बलात्कार नहीं हुआ, एक भी रेप नहीं हुआ. ആരെയും പിന്തുണയ്ക്കുക മാത്രമല്ല ആർക്കെതിരെയും പ്രചാരണം നടത്താനും ഇവർ തയ്യാർ. രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ ടീമിനെ ഇറക്കാൻ തയ്യാറാണെന്നായിരുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ സുനിൽ പാൽ തുറന്നു പറഞ്ഞത്. കോബ്ര പോസ്റ്റിന്റെ ഒളിക്യാം ഓപ്പറേഷനിൽ 36 പേർ വാഗ്ദാനം സ്വീകരിക്കുകയോ വിലപേശൽ നടത്തുകയോ ചെയ്തപ്പോൾ 4 പേർ കേട്ടപടി നിരസിച്ചു. വിദ്യാബാലൻ, അർഷാദ് വാർസി, സൗമ്യ ടണ്ടൻ, റാസ മുറാദ് എന്നിവരായിരുന്നു അവർ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ചരിത്രം വിചിത്രം. ആരാണ് രാജ്നാരായൺ? ഇന്നത്തെ തലമുറയിൽ അധികമാർക്കും അറിയാത്ത പേര്. രാജ്നാരായണിന് ഒരു ചരിത്രമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുട്ടുകുത്തിച്ച ചരിത്രം. 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി തോറ്റു. ഇന്ദിരയെ തോൽപ്പിച്ച ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു രാജ്നാരായൺ. റായ്ബറേലി കൈവിട്ടതോടെ തെരഞ്ഞെടുപ്പിൽ തോറ്റ ആദ്യ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി. രാജ്നാരായണൻ പ്രധാനമന്ത്രിയെ തോൽപ്പിച്ച സ്ഥാനാർത്ഥിയും. 1971 ഇന്ദിരാഗാന്ധിയുടെ എതിരാളി രാജ്നാരായണനായിരുന്നു. അന്ന് 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇന്ദിരാഗാന്ധിക്കായിരുന്നു ജയം. പക്ഷേ രാജ്നാരായണൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് കോടതി കയറി. 1 വർഷത്തിനിപ്പുറം രാജ്നാരായണന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഇന്ദിരയ്ക്ക് 6 വർഷത്തേക്ക് വിലക്കും വന്നു. ഇതായിരുന്നു ജനാധിപത്യത്തെ കൂച്ചുവിലങ്ങിട്ട അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചത്. സ്വാതന്ത്ര്യ സമരസേനാനിയും സോഷ്യലിസ്റ്റുമായിരുന്നു രാജ്നാരായൺ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങി ജയപ്രകാശ് നാരായണനും രാം മനോഹർ ലോഹിയും തെളിയിച്ച വഴിയെ നടന്നയാൾ. ജനകീയൻ. ജനങ്ങൾക്ക് അദ്ദേഹം ലോക് ബന്ധുവായി. പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം ഉത്തർപ്രദേശ് നിയമസഭാംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. 1952 വോട്ടർ പട്ടികയിൽ നിന്ന് 28 ലക്ഷം സ്ത്രീകളെ ഒഴിവാക്കിയതെന്തിന്? ഒറ്റനോട്ടത്തിൽ സ്ത്രീവിരുദ്ധമെന്ന് തോന്നുന്ന ഈ നടപടി പക്ഷേ ചരിത്രത്തിലെ ജ്വലിക്കുന്ന നവോത്ഥാന അധ്യായമാണ്. ഈ റിപ്പോർട്ടോടുകൂടി വോട്ട് ഇന്ത്യ വോട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പിന് 17,30,00,000 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പകുതിയിലധികം അക്ഷരാഭ്യാസമില്ലാത്തവർ. ഇവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയായിരുന്നു വോട്ടർ പട്ടിക തയ്യാറാക്കൽ. സ്വന്തമായി പേരില്ലാതെ ഭർത്താവിന്റെ പേരിൽ മാത്രം അറിയപ്പെടുന്ന സ്ത്രീകൾ, ആരുടെ സഹോദരി, ആരുടെ അമ്മ എന്ന് മാത്രം വിലാസമുണ്ടായിരുന്ന സ്ത്രീകളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. മറ്റു പോംവഴികളില്ലാതെ 28 ലക്ഷം സ്ത്രീകളെ ഒഴിവാക്കേണ്ടി വന്നു. സ്ത്രീകൾ സ്വന്തം പേരിൽ തന്നെ അറിയപ്പെടണമെന്ന നിർബന്ധമായിരുന്നു പിന്നിൽ.
സമൂഹത്തിന്റെ മുൻവിധി തിരുത്താനുള്ള സെന്നിന്റെ ശ്രമം ഫലം കണ്ടെന്ന് അടുത്ത തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചു. സ്ത്രീ വോട്ടർമാരുടെ എണ്ണം കൂടി. സാമൂഹ്യ അസമത്വവും തൊട്ടുകൂടായ്മയും സജീവമായ കാലത്ത് എല്ലാവരും ഒന്നിച്ച് വരി നിൽക്കുമോ എന്ന ആശങ്കയും സുകുമാർ സെന്നിന്റെ നേതൃത്വത്തിലുള്ള ഏകാംഗ കമ്മീഷനുണ്ടായിരുന്നു. അക്ഷരാഭ്യാസമില്ലാത്തവരെ വോട്ടെടുപ്പിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പേരും ചിഹ്നവും പതിച്ച പ്രത്യേക പെട്ടികളാണ് പോളിംഗ് ബൂത്തിലുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പരാജയപ്പെടുന്നത് കാണാൻ കാത്തിരിക്കുന്നവരെ നിരാശരാക്കിക്കൊണ്ട് വോട്ടെടുപ്പ് പ്രക്രിയ വിജയകരമായി പൂർത്തിയായി. അതിനപ്പുറം എല്ലാ വിഭാഗക്കാരെയും ഒന്നിച്ചണിനിരത്തിയ ഏറ്റവും വിപുലമായ വിപ്ലവ പ്രക്രിയയായി കൂടി ആദ്യ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അടയാളപ്പെട്ടു. സ്ത്രീപക്ഷ നവോത്ഥാന നിലപാടുകൊണ്ടും സുകുമാർ സെന്നും കൂട്ടരും അന്ന് ലോകത്തെ ഞെട്ടിച്ചു. ഇലക്ഷൻ ഡെസ്ക്